ശ്രീനാരായണ ഗുരുവിന്റെ ജാതിയില്ലാ വിളംബരത്തിന്റെ 110ാം വാർഷികത്തിന്റെ ഭാഗമായി BKMU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വെള്ളരിക്കുണ്ടിൽ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഗുരുദേവൻ ജാതിയില്ലാത്ത കേരളം ഉണ്ടാക്കുവാൻ ശ്രമിച്ചുവെന്നും പക്ഷേ കേരളത്തിൽ ഇന്നും ജാതി വിവേചനം നേരിടുന്നുവെന്നും അതിനുദാഹരണമാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നടന്നതെന്നും CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവന്റെ ജാതിയില്ലാ വിളംബരത്തിന്റെ 110ാം വാർഷികത്തോടനുബന്ധിച്ച് BKMU അഥവാ ഭാരതീയ ഗീത മസ്തൂർ യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളരിക്കുണ്ടിൽ സംഘടിപ്പിച്ച ബഹുജന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 110 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആലുവ ദ്വൈതാശ്രമത്തിൽ വെച്ച് ജാതിയില്ല, നമുക്ക് ജാതിയില്ല എന്ന് വിളംബരം ചെയ്തുകൊണ്ട് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്നും ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടുന്ന ഒരവസ്ഥയിലേക്ക് ഈ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അഞ്ചരക്കണ്ടി കോളേജിലെ ഒരു വിദ്യാർത്ഥിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഇപ്പോഴും ഈ പരിഷ്കൃത സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ, പ്രബുദ്ധമെന്ന് നാം അവകാശപ്പെടുന്ന ഈ കേരളത്തിൽ പോലും അത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ ജാതിയില്ലാ വിളംബരത്തിൻ്റെ 110ാമത് വാർഷികം ആഘോഷിക്കുമ്പോഴും നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. പരിപാടിയിൽ BKMU ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷനായി. മുൻ MLA M കുമാരൻ സ്വാഗതം പറഞ്ഞു. VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ആപ്പിൾ എടുത്തു കൊടുത്തിട്ടൊക്കെ ആണ് സായിബാബ ജനങ്ങളെ ആകർഷിച്ചത്. അമൃതാനന്ദമയി ഒരേ സമയത്ത് രണ്ടിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം ഉണ്ടാക്കിയിട്ടാണ് അവര് ദൈവമായി മാറിയത്. പിന്നെ ആളായി, വരുമാനമായി, ആശുപത്രിയായി, കോളേജുകളായി. അപ്പോഴാണ് അവർ മാനവികതയുടെ ഭക്താക്കളായി മാറിയത്. ആദ്യം അവർ മാനവികതയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവര് സ്നേഹത്തിന്റെയും മാനവികതയുടെയും ആളുകളായി. ഇപ്പൊ അവർക്ക് മേജിക് ഇല്ല, ഇപ്പൊ മേജിക് ഒന്നും കാണിക്കുന്നില്ല. AITUC ജില്ലാ ജനറൽ സെക്രട്ടറി T കൃഷ്ണൻ, AITUC ജില്ലാ പ്രസിഡന്റ് KS കുര്യാക്കോസ്, BKMU വെള്ളരിക്കുണ്ട് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി CP സുരേശൻ, BKMU വെള്ളരിക്കുണ്ട് മണ്ഡലം പ്രസിഡന്റ് BK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.